ബി.ജെ.പിക്ക് ഇതുവരെ വേരുറയ്ക്കാത്ത മണ്ണാണ് തമിഴ്നാട്ടിലേത്. 18 അടവും പയറ്റിയിട്ടും നേട്ടമുണ്ടാക്കാൻ സാധിക്കാത്ത സംസ്ഥാനം. നരേന്ദ്രമോദിയും അമിത്ഷായും ആശീർവദിച്ചു വിട്ട കെ അണ്ണാമലയുടെ തന്ത്രങ്ങൾ പാതി വഴിയിൽ പൊളിഞ്ഞിരിക്കെയാണ് കേന്ദ്ര നേതൃത്വം നേരിട്ട് ഇടപെട്ടുകൊണ്ട് പഴയ സഖ്യത്തെ പൊടിതെറ്റിയെടുക്കാൻ ഇപ്പോൾ ശ്രമിക്കുന്നത്. അണ്ണാ DMK അധ്യക്ഷൻ എടപ്പാടി പളനിസ്വാമി ഡൽഹിയിലെത്തി അമിത്ഷായുമായി മണിക്കൂറുകളോളം ചർച്ച നടത്തിയതാണ് ദക്ഷിണേന്ത്യയിലെ ഇപ്പോഴത്തെ പ്രധാന ചർച്ച. 15 മിനിറ്റ് നീണ്ടുനിന്ന സ്വകാര്യ കൂടിക്കാഴ്ചയാണ് ഇരുവരും നടത്തിയത്. അടുത്ത വർഷം തമിഴ്നാട്ടിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ സഖ്യം യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള ഉപാധികൾ എടപ്പാടി പളനിസ്വാമി അമിത്ഷായ്ക്ക് മുന്നിൽ വെച്ചുവെന്ന് AIADMK വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തിരുന്നു. അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങുന്ന തമിഴ്നാട്ടിൽ കാലേക്കൂട്ടി തന്ത്രം മെനയുകയാണ് എല്ലാവരും. എല്ലാ വാതിലും അടഞ്ഞതോടെയാണ് BJPയുമായി ചർച്ചയാകാം എന്ന നിലപാടിലേക്ക് പളനിസ്വാമി എത്തിയത്. മുതിർന്ന AIADMK നേതാക്കളായ SP വേലുമണിയും KP മുനിസ്വാമിയും ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. BJP നേതൃത്വം പലതവണ അനുരഞ്ജന ശ്രമം നടത്തിയിട്ടുണ്ടെങ്കിലും ഇനി സഖ്യത്തിനില്ല എന്ന കർശന നിലപാടിലായിരുന്നു ഇത്ര നാളും എടപ്പാടി പളനിസ്വാമി. പ്രതിപക്ഷ കക്ഷികൾ വേറിട്ട് മത്സരിക്കുന്നത് അടുത്ത വർഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായ DMKയുടെ ജയം അനായാസമാക്കുമെന്ന തിരിച്ചറിവും കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള സമ്മർദ്ദവുമാണ് നിലപാട് മാറ്റത്തിന് വഴിവെച്ചത് എന്നതാണ് സൂചന. ഇരു പാർട്ടികളുടെയും നേതാക്കൾ തമ്മിൽ ആഴ്ചകളായി തുടരുന്ന അനൗപചാരിക ചർച്ചകൾക്ക് ശേഷമാണ് ഡൽഹിയിൽ വെച്ച് അമിത്ഷാ എടപ്പാടി ചർച്ചകൾ നടന്നത്. BJP സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലയെ സഖ്യ ചർച്ചയിൽ നിന്നും മാറ്റി നിർത്താനുള്ള ഉപാധിയാണ് ഇതിൽ പ്രധാനം. സഖ്യത്തെ AIADMK തന്നെ നയിക്കുമെന്നും സഖ്യത്തിൽ TTV ദിനകരൻ, VK ശശികല, O പനീർശെൽവം എന്നിവരുടെ സാന്നിധ്യം തങ്ങളെ അലോസരപ്പെടുത്തുന്നില്ല എന്നും പളനിസ്വാമി അമിത്ഷായെ അറിയിച്ചതായാണ് വിവരം. BJP സഖ്യം ബാധ്യതയായി എന്ന തിരിച്ചറിവിനെ തുടർന്നാണ് 2023 അണ്ണാ DMK പിണങ്ങിപ്പിരിഞ്ഞത്. ജയലളിതയുടെ കാലത്ത്, അതായത് 1998 ഇരു പാർട്ടികളും സഖ്യമുണ്ടാക്കിയിരുന്നുവെങ്കിലും അത് ഒരു വർഷമേ നീണ്ടുനിന്നുള്ളൂ. പിന്നീട് ജയലളിതയുടെ മരണശേഷം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപാണ് സഖ്യം പുനഃസ്ഥാപിക്കപ്പെട്ടത്. അതിനുശേഷം നടന്ന 2 തെരഞ്ഞെടുപ്പിലും മുന്നണിക്ക് വൻ പരാജയം നേരിട്ടു. വലിയ കക്ഷിയായ അണ്ണാ DMKയെ ഒതുക്കിക്കൊണ്ട് സ്വന്തം പാർട്ടി ശക്തിപ്പെടുത്താൻ അണ്ണാമല നടത്തിയ ശ്രമങ്ങൾ ബന്ധം വഷളാക്കുകയും ചെയ്തു. അതാണ് സഖ്യം വിച്ഛേദിക്കുന്നതിലേക്ക് പോലും നയിച്ചത്. എന്നാൽ BJPയും അണ്ണാ DMKയും വേറിട്ട് മത്സരിച്ച ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഉപതെരഞ്ഞെടുപ്പുകളിലും DMK സഖ്യം വൻ ഭൂരിപക്ഷമാണ് നേടിയത്. അവസാനം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പ്രധാന പ്രതിപക്ഷ കക്ഷികൾ ആരും തന്നെ മത്സരിച്ചതുപോലുമില്ല. അടുത്ത വർഷത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ സ്ഥിതി വരാൻ പാടില്ല എന്ന BJP ദേശീയ നേതൃത്വത്തിന്റെ നിർബന്ധമാണ് സഖ്യം പുനഃസ്ഥാപിക്കുന്നതിനുള്ള ശ്രമങ്ങൾക്ക് പിന്നിൽ. ഉത്തരേന്ത്യൻ കക്ഷി എന്ന പ്രതിച്ഛായയുള്ള BJPയുമായി സഖ്യമുണ്ടാക്കുന്നത് ആശയപരമായി പാർട്ടിക്ക് ദോഷം ചെയ്തുവെങ്കിലും തൽക്കാലം വേറെ വഴിയില്ല എന്നതാണ് അണ്ണാ DMK നേതൃത്വം കരുതുന്നത്. അണ്ണാ DMK നേതൃത്വവും BJP സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലയും തമ്മിലുള്ള ഭിന്നതയായിരുന്നു സഖ്യത്തിനുള്ള പ്രധാന തടസ്സം. അണ്ണാമലയെ മാറ്റിയാലേ സഖ്യമുള്ളൂ എന്നതായിരുന്നു എടപ്പാടിയുടെ നിലപാട്. അതിൽ നിന്ന് അദ്ദേഹം പിന്നോക്കം പോയി എന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും അമിത്ഷായെ കണ്ടുകൊണ്ട് അദ്ദേഹം ഇക്കാര്യം ഉന്നയിച്ചതോടെ നിലപാടിൽ മാറ്റമില്ല എന്ന് വ്യക്തമായിരിക്കുകയാണ്. സഖ്യം പുനഃസ്ഥാപിക്കാനുള്ള നീക്കത്തിൽ അണ്ണാമലയെ മാറ്റി നിർത്താനുള്ള AIADMKയുടെ ആവശ്യം BJP അംഗീകരിക്കുമോ എന്നത് കണ്ടു തന്നെ അറിയണം. മുന്നണിക്ക് ഏകോപന സമിതി ഉണ്ടാക്കണമെന്നും BJP ദേശീയ നേതൃത്വവുമായി നേരിട്ട് ആശയവിനിമയം നടത്താൻ സമിതിക്ക് അവസരമുണ്ടാക്കണമെന്നും അണ്ണാ DMK ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിലൂടെ തന്നെ അണ്ണാമലയുടെ അപ്രമാദിത്യം അവസാനിക്കുമെന്നതാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നതും. അണ്ണാ DMKയുടെ ഔദ്യോഗിക നേതാവാണ് പളനിസ്വാമി. വിമത നേതാക്കളെല്ലാം തന്നെ കൈകൊടുത്ത് ഒന്നാക്കാനുള്ള സാധ്യത അണിയറയിൽ തെളിയുന്നുമുണ്ട്. അവർക്ക് BJPയുമായി ഐക്യവുമില്ല. അധികാരം പിടിക്കണമെന്ന ഒറ്റ ലക്ഷ്യത്തിലാണ് അനൈക്യത്തിലും അവർ ഐക്യം കണ്ടെത്തുന്നത്. എന്നാൽ എടപ്പാടി തലയെടുപ്പോടെ നിൽക്കുമ്പോൾ വിമത നീക്കങ്ങളെല്ലാം തന്നെ പരാജയപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഡൽഹിയിൽ നിന്നുള്ള സമ്മർദ്ദം ശക്തമായതും എടപ്പാടി ഡൽഹിയിലെത്തിക്കൊണ്ട് അമിത്ഷായെ കണ്ടതും. അണ്ണാമലയെ BJP സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റണം, അല്ല എങ്കിൽ അദ്ദേഹത്തിന്റെ വായടപ്പിക്കണം. പാർട്ടിയിലെ വിമതരുമായി BJP ഐക്യനീക്കം നടത്തരുത്. BJPക്കും അണ്ണാ DMKയ്ക്കും ഇടയിൽ ചർച്ചകൾ നടത്തുന്നതിന് സംയുക്ത സമിതി വേണം. BJP കേന്ദ്ര നേതൃത്വവുമായി മാത്രമേ ചർച്ചയുള്ളൂ തുടങ്ങിയ നിബന്ധനകളാണ് പളനിസ്വാമി അമിത്ഷായുടെ മുന്നിൽ വെച്ചിരുന്നത്. എന്നാൽ അതേസമയം തന്നെ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ BJP വിരുദ്ധതയ്ക്ക് ശക്തമായ വേരോട്ടമുണ്ട്. അതുകൊണ്ട് തന്നെ മണ്ണറിഞ്ഞ് വിത്തെറിയുകയാണ് DMKയും MK സ്റ്റാലിനും ചെയ്യുന്നത്. മണ്ഡല പുനർവിഭജനം, ത്രിഭാഷാ വിവാദം എന്നിവ കത്തിച്ച് അനുകൂല സാഹചര്യം നിലനിർത്തുന്നതിൽ കേന്ദ്രീകരിക്കുകയാണ് സ്റ്റാലിൻ ഇപ്പോൾ ചെയ്യുന്നത്. ഈ വേളയിലാണ് പഴയ സഖ്യത്തെ അണ്ണാ DMK വീണ്ടും പുൽകുന്നത്. ഇടതു പാർട്ടികൾ VCK എന്നിവരുമായി സഖ്യത്തിന് അണ്ണാ DMK ഇതിനിടയ്ക്ക് ശ്രമിച്ചിരുന്നു. ഈ രണ്ട് വിഭാഗവും DMK സഖ്യത്തിലുള്ളവരുമാണ്.
മുന്നണി വൻ ശക്തിയായി നിൽക്കുമ്പോൾ വിഘടിച്ചു പോരാൻ ഇരുകൂട്ടരും തയ്യാറായില്ല. നടൻ വിജയ് നേതൃത്വം നൽകുന്ന തമിഴക വെട്രി കഴകം എന്ന TVKയുമായി സഖ്യത്തിനും അണ്ണാ DMK ശ്രമിച്ചിരുന്നു. എന്നാൽ സ്വന്തം വഴി എന്ന നിലയ്ക്കാണ് TVK മുന്നോട്ടു പോകുന്നത്. തുല്യ പ്രാധാന്യത്തോടെയുള്ള ചർച്ചകളാകാമെന്ന് TVK വ്യക്തമാക്കിയെങ്കിലും അതിനോട് പളനിസ്വാമിക്ക് താല്പര്യമില്ല. പളനിസ്വാമിയും അമിത്ഷായും നടത്തിയ ചർച്ചയിലൂടെ തമിഴ്നാട്ടിൽ അണ്ണാ DMK BJP സഖ്യം വന്നു എന്ന് പറയാനുമായിട്ടില്ല. ഇനിയും തുടർ ചർച്ചകൾ നടത്തേണ്ടതുണ്ട്. അണ്ണാമലയ്ക്ക് കേന്ദ്രത്തിൽ എന്തെങ്കിലും പദവി നൽകി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന ആവശ്യവും അണ്ണാ DMK മുന്നോട്ട് വെച്ചു എന്നതാണ് വിവരം. എന്നാൽ അണ്ണാമലയെ മാറ്റുന്നത് തമിഴ്നാട്ടിലെ BJP പ്രവർത്തകരെ നിർജീവമാക്കുമെന്ന തോന്നലാണ് കേന്ദ്ര നേതൃത്വത്തിനുള്ളത്. ഈ വിഷയത്തിൽ പരിഹാരം കാണുക എന്നതാകും അമിത്ഷായ്ക്ക് മുന്നിലുള്ള പ്രധാന വെല്ലുവിളി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് പോലും കിട്ടിയില്ല എങ്കിലും BJPക്ക് സംസ്ഥാനത്ത് വോട്ട് കൂടിയിട്ടുണ്ട്. ഇതാണ് അണ്ണാമലയുടെ ഒരു പ്ലസ് പോയിന്റ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ പിടിക്കാനാവുമെന്ന ആത്മവിശ്വാസവും അണ്ണാമലയ്ക്കുണ്ട്. അണ്ണാ DMK BJP സഖ്യം തമിഴ്നാട്ടിൽ നിലവിൽ വന്നു കഴിഞ്ഞാൽ രാഷ്ട്രീയം മാറിമറിയും. BJP സഖ്യം BJP വിരുദ്ധ സഖ്യം എന്നീ രീതിയിലേക്ക് കാര്യങ്ങൾ തിരിയും. BJP വിരുദ്ധ സഖ്യത്തിന്റെ മുഖമായി MK സ്റ്റാലിൻ നിലയുറപ്പിച്ചു കഴിഞ്ഞു. ന്യൂനപക്ഷ വോട്ടുകൾ ഒട്ടും ചിതറാതെ തന്നെ സ്റ്റാലിൻ കൊണ്ടുപോകും. ഇതോടെ വെട്ടിലാകുന്നത് യഥാർത്ഥത്തിൽ നടൻ വിജയാണ്. പ്രധാന കക്ഷികളുടെ പോരിനിടയിൽ സാന്നിധ്യം അറിയിക്കാൻ വിജയ്ക്ക് സാധിച്ചില്ല എങ്കിൽ TVK തകർച്ചയുടെ വക്കിലെത്തും. ശരത് കുമാർ, വിജയകാന്ത്, കമൽഹാസൻ എന്നിവരുടെ ഗണത്തിലേക്ക് വിജയെയും തമിഴ് രാഷ്ട്രീയം കൂട്ടിച്ചേർക്കും.